പഹൽഗാം കൂട്ടക്കൊലപാതകത്തിലെ എന്ത് മറുപടി കൊടുക്കണം, ഒരു ക്രഷിംഗ് ബ്ലോ കൊടുക്കണമെന്ന് പ്രധാനമന്ത്രി പല സന്ദർഭത്തിലും പറഞ്ഞു. അതിൻ്റെ പല ചർച്ചകളും നടന്നു കഴിഞ്ഞു. ഇന്നലെ അതിനെ എങ്ങനെയാണ് അവർക്കൊരു പ്രഹരം കൊടുക്കേണ്ടത്, ഏത് വിധത്തിലാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അത് എത്രത്തോളം ആക്രമിക്കാം, എത്രത്തോളം പോകാം എന്നുള്ള കാര്യത്തെപ്പറ്റി പ്രൈം മിനിസ്റ്ററും ആ കമ്മിറ്റി ഇന്നലെ കൂടിയ കമ്മിറ്റിക്കാരും തീരുമാനം നമ്മുടെ ജനറലിന്, ആർമി ചീഫും അതുപോലെ തന്നെ എയർഫോഴ്സുകാർക്കും നേവി ചീഫിനും അവരുടെ എല്ലാത്തിൻ്റെയും ഡിഫൻസിൻ്റെ ജനറലായ അദ്ദേഹത്തിനെ ഏൽപ്പിച്ചതായിട്ടാണ് ഇപ്പം മനസ്സിലാകുന്നത്. ഇന്നലെ വൈകിട്ട് പ്രൈം മിനിസ്റ്റർ മോഡിയുടെ റെസിഡൻസിലാണ് ആ മീറ്റിംഗ് കൂടിയത്. ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവൽ ഉണ്ടായിരുന്നു. അവർ 3 പേരും ഇന്ത്യയുടെ മൂന്ന് ആർമി വിഭാഗത്തിൻ്റെയും 3 സെക്യൂരിറ്റി വിഭാഗത്തിൻ്റെ തലവനായിട്ടുള്ള ആള് ചീഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൗഹാൻ എത്തിയിരുന്നു. സാധാരണഗതിയിൽ ഇവർക്കൊക്കെ കാറിലൊക്കെ 3 സ്റ്റാർ ഒക്കെ കാണും എല്ലാ ചീഫ് ആയ ആൾക്കാർക്കും. പക്ഷേ ഇന്നലെ അദ്ദേഹം സഞ്ചരിച്ചപ്പം അനിൽ ചൗഹാന്റെ 4 സ്റ്റാർ വെച്ച കാറിലാണ് അദ്ദേഹം പോകുന്നത്. 3 നമ്മുടെ ഡിഫൻസ് ചീഫുകളുടെ മുകളിൽ ഉള്ള അദ്ദേഹവും കൂടെ ആ ചർച്ചയ്ക്ക് പങ്കെടുത്തു കഴിഞ്ഞു. അദ്ദേഹം ആ ചർച്ചയിൽ ലീഡ് ചെയ്തിരുന്നു നാം മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ ആർമി ചീഫ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ഉണ്ടായിരുന്നു. എയർഫോഴ്സിന്റെ എയർ മാർഷൽ AP സിംഗും ഉണ്ടായിരുന്നു. നേവിയുടെ ചീഫ് അഡ്മിറൽ ദിനേശ് ത്രിപാഠി. ഇത്രയും പേര് ഇന്നലെ മീറ്റിംഗ് കൂടി. 1 മണിക്കൂർ 1.5 മണിക്കൂർ നീണ്ടെന്നാണ് മനസ്സിലാകുന്നത്. പ്രൈം മിനിസ്റ്റർ വസതിയിലായിരുന്നു. ചില തീരുമാനങ്ങൾ എടുത്തു. ആ സന്ദർഭത്തിൽ പറഞ്ഞ ചില കാര്യങ്ങളെപ്പറ്റി അത് പ്രൈം മിനിസ്റ്റർ ചില പത്രക്കാർക്ക് കൊടുക്കാനുള്ള ചില രേഖകളിൽ ഇന്ത്യയിൽ നിന്ന് ആക്രമിക്കുമ്പം അത് എത്രത്തോളം പോകാമെന്ന് ഇവിടുത്തെ ആർമിയുടെയും നേവിയുടെയും അതുപോലെ തന്നെ എയർ മാർഷലിൻ്റെയും തീരുമാനത്തിന് വിട്ടിരിക്കുന്നു. അവർക്ക് എത്രത്തോളം പോകാമെന്ന് വ്യക്തമായ ധാരണയുണ്ട്. കാരണം ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് അതിക്രമിച്ച് കയറി ഒരു ആക്രമണം നടത്തേണ്ട ഒരു ആവശ്യം ഇപ്പം ഇന്ത്യക്കില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ നിന്ന്, ഇന്ത്യയുടെ മണ്ണിൽ നിന്ന് ഏത് രാജ്യത്തെയും ആക്രമിക്കാനുള്ള എക്യുപ്മെന്റുകളും വെടിക്കോപ്പുകളും മിസൈലുകളും ഒക്കെ ഇന്ത്യയുടെ കൈവശം ആയിക്കഴിഞ്ഞു. അതുകൊണ്ട് പാകിസ്ഥാൻ മണ്ണിലോട്ട് കയറി ആക്രമിക്കേണ്ട പഴയകാല യുദ്ധത്തെ ഇപ്പം ആ രീതിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഇസ്രായേലിന്റെ യുദ്ധം നമ്മൾ കണ്ടല്ലോ. അവർ അവിടെ നിന്ന് മിസൈലുകൾ അയക്കുന്നതൊക്കെ നമുക്കറിയാം. ഇന്ത്യയുടെ മണ്ണിൽ നിന്ന് തന്നെ അക്രമം നടത്താം. അത് ഏത് രീതിയിലുള്ള അക്രമമെന്ന് ഈ 3 ഫോഴ്സിലെ മേധാവികൾക്ക് നിശ്ചയിക്കാമെന്ന് അവർക്ക് കൃത്യമായ ഒരു ഹാൻഡ് കൊടുത്തു കഴിഞ്ഞു പ്രൈം മിനിസ്റ്റർ. അതിനുശേഷം ഇന്ന് ഈ ആർമി അല്ലെങ്കിൽ ഇന്ത്യയുടെ ജനറൽമാർക്ക് കൊടുത്ത തീരുമാനത്തിന്റെ വിശദീകരണമായ ഒരു ചർച്ച ക്യാബിനറ്റ് സെക്യൂരിറ്റി കമ്മിറ്റിക്കുണ്ട്. അത് ഇന്ന് കൂടുകയാണ്. അതിനകത്ത് പ്രധാനമന്ത്രി അതുപോലെ തന്നെ ക്യാബിനറ്റിലുള്ള മന്ത്രിമാരും എന്ത് തീരുമാനമാണ്, ഏത് രീതിയിലുള്ള ആക്രമണമാണ് എന്നുള്ളതിനെ പറ്റിയൊക്കെ ഒരു ബ്രീഫായിട്ട് ഇന്ത്യയുടെ ഈ ക്യാബിനറ്റ് കമ്മിറ്റിക്ക് അവതരിപ്പിക്കും പ്രധാനമന്ത്രി. അവരുടെ അംഗീകാരവും കൂടെ വാങ്ങേണ്ടിയിരിക്കുന്നു. കൗണ്ടർ അറ്റാക്ക് സാധ്യമാണ് എന്ന് പാകിസ്ഥാന് അറിയാം. ഇന്ത്യക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്. പാകിസ്ഥാൻ അത്ര ഉണ്ടാവില്ല. അവർക്ക് അണുബോംബ് ഉണ്ട് എന്ന് വീരവാദം പറയാവുന്നല്ലാതെ ഇന്ത്യയുടെ മിസൈൽ ശക്തിയുടെ അത്ര ഒന്നും അവർക്ക് എത്താൻ കഴിയില്ല. ഇന്ത്യയുടെ ആക്രമണം ഏത് രീതിയിലാണെന്ന് അവർ ഏകദേശമൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ഡിഫെൻഡ് ചെയ്യാൻ അവർക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ആ അക്രമികള് ഇന്ത്യയുടെ കൗണ്ടർ അറ്റാക്ക് ഇന്ത്യയെ പേടിച്ചിട്ട് അവർ അവിടുന്ന് രക്ഷപ്പെട്ടു പോയി എന്നാണ് ഇപ്പം മനസ്സിലാകുന്നത്. പക്ഷേ അവർ കാശ്മീരിന്റെ പരിധിക്കുള്ളിൽ തന്നെ ഉണ്ട്. അവരെ NIAയുടെയും ഇന്ത്യയുടെ ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ അവർക്കെതിരായി നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. പക്ഷേ അവര് വിഷപ്രച്ഛന്നരായി സാധാരണ കാശ്മീരിന്റെ വേഷത്തിൽ തന്നെ അവർ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവര് ജമ്മുവില് വരെ എത്തി. അവിടെ വരെ നമ്മൾ ട്രാക്ക് ചെയ്തു. അവിടുന്ന് പാകിസ്ഥാൻ ക്രോസ് ചെയ്യാനായിട്ടാണ് അവർ ശ്രമിക്കുന്നതെന്നാണ് കരുതുന്നത്. പക്ഷേ പ്രൈം മിനിസ്റ്റർ
അതുപോലെ തന്നെ അതുപോലെയുള്ള അഡ്വൈസേഴ്സിന്റെ ഒരാളെയെങ്കിലും ജീവനോടെ പിടിച്ചേ പറ്റുള്ളൂ നമുക്ക്. എന്താണ്, എങ്ങനെയാണ് ഈ ഓപ്പറേഷൻ നടത്തിയതെന്ന്, ആരാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്നും അങ്ങനെയുള്ള ഡീറ്റെയിൽസ് കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ബോംബെയിലെ അക്രമം നമ്മൾ കണ്ടല്ലോ. അജ്മൽ കസബിനെ നമ്മൾ ഒരാളെ ജീവനോടെ പിടിച്ചു, മറ്റുള്ളവരെ നമ്മൾ വെടിവെച്ച് കൊന്നു. അജ്മൽ കസബിനെ അന്ന് ബോംബെയുടെ കമ്മീഷണറായിരുന്ന ആളാണ് NIA ഇപ്പം ചീഫ്. അദ്ദേഹത്തിന് അറിയാം ജീവനോടെ പിടിക്കേണ്ട 1-2 പേരുണ്ട്. കാരണം ഇതിന്റെ എല്ലാം ചുരുളഴിഞ്ഞു വരണമെന്നുണ്ടെങ്കിൽ അവരെ ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ പാകിസ്ഥാനിലെ ആർമി ചീഫിനും പാകിസ്ഥാനിലെ നേതാക്കന്മാർക്കും ആർമിയിലെ ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇരിക്കുന്നവർക്കും എത്രത്തോളം ഇന്ത്യ ആക്രമിക്കുന്നതിന് പങ്കുണ്ട് എന്നുള്ള കണക്കുകൾ നമുക്ക് കിട്ടണം. അതുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനമുണ്ട്. ഏതായാലും ആ ട്രാക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ജമ്മു വഴി അവരിപ്പം അനന്ത്നാഗ് ജില്ലയിൽ നിന്ന് ജമ്മുവിലേക്ക് കടന്നു ജമ്മു വരെ എത്തിയിരിക്കുന്നു എന്നാണ് ഇപ്പം മനസ്സിലാകുന്നത്. ജമ്മുവിൽ നിന്ന് അവർക്ക് ഈസി ആയിട്ട് അവരുടെ കണക്കൂട്ടലനുസരിച്ച് അവർക്ക് പാകിസ്ഥാനിലേക്ക് കടക്കാം എന്നാണ് കരുതുന്നത്. പക്ഷേ അത് ഇന്ത്യ മനസ്സിലാക്കിയിട്ടുണ്ട്. അതനുസരിച്ച് ഉള്ള തയ്യാറെടുപ്പുകൾ നടത്തി കഴിഞ്ഞിരിക്കുക എന്നാണ്. ഏതായാലും ജീവനോടെ ഈ അക്രമികളായ ആളെ പിടിച്ചാല് 20 ലക്ഷം രൂപ ഇമാം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇന്ത്യ. അവരെ പറ്റിയുള്ള വിവരം നൽകുകയോ അവർ ഇന്നിടത്ത് ഉണ്ടെന്നുള്ള വിവരം നൽകുകയോ അല്ല ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുന്നെങ്കിൽ 20 ലക്ഷം രൂപ അവർക്ക് റിവാർഡ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇന്ത്യ. 2024 ഒക്ടോബറിൽ നമുക്കറിയാം ജമ്മു കാശ്മീരിലെ ഗന്ദർബാൽ ജില്ലയിൽ ഇതുപോലൊരു ആക്രമണം ഉണ്ടായി, 7 പേരെ കൊന്നു. അതിനകത്ത് ഉള്ള ഒരു വ്യക്തി തന്നെയാണ് ആഷി മൂസ എന്നാണ് ഇപ്പം മനസ്സിലാകുന്നത്. ആ ആക്രമണത്തിലും ഇയാൾ ഉണ്ടായിരുന്നു. അതിനു മുമ്പ് കാശ്മീരിലെ 6 സ്ഥലങ്ങളിൽ ഇതുപോലെ ഭീകരാക്രമണം നടത്തിയിട്ടുണ്ട്. അതിനകത്തൊക്കെ ആഷി മൂസ, അതുപോലെ അനിൽ തോക്കറും ആസിഫ് ഷെയ്ഖും ഒക്കെ പങ്കെടുത്തവരാണ് എന്നാണ് വാർത്തകൾ ഇപ്പം വരുന്നത്. തീർച്ചയായിട്ടും അവരെ ഇന്ത്യക്ക് പിടിച്ചേ പറ്റുള്ളൂ. ആ ഓപ്പറേഷൻ രീതികൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ 3 പേരെ ഇൻവോൾവ്മെന്റ് കൃത്യമാണ് എന്ന് NIA അന്വേഷണത്തിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിയാൻ പറ്റിയേക്കും. കാരണം ജമ്മുവിന് അപ്പുറത്തോട്ട് അവർക്ക് പോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇന്ത്യയുടെ അക്രമം ഇവരെ കിട്ടാനുള്ള സാധ്യതകൾ ഒരു ദിവസം കൂടെ വെയിറ്റ് ചെയ്തിട്ടായിരിക്കണം തുടങ്ങുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും നമ്മുടെ നാവികസേന ഏതായാലും കറാച്ചി അടുത്ത് നിൽക്കുകയാണ്. ആ രീതിയിലുള്ള അക്രമം ഒരിക്കലും ഉണ്ടാകില്ല. അവിടുത്തെ ആ ഏരിയ എന്ന് 2 ഡിവിഷൻ പട്ടാളത്തിനെ നമ്മുടെ കാശ്മീരിലേക്ക് വലിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ എന്നുള്ള വാർത്തകളും വെളിവരുന്നുണ്ട്. അവർ ഭയചകിതരായിട്ട് നിൽക്കുകയാണ്. ഇന്ത്യയുടെ അക്രമം ഉണ്ടാകും എന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അതേസമയത്ത് UN ചീഫ് അന്റോണിയോ ഗുട്ടറസ് ഇന്ത്യയോടും പാകിസ്ഥാനോടും സംസാരിക്കുന്നുണ്ട്. ഇത് രമ്യതയെ തീർക്കണം പ്രശ്നം എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു അഭ്യർത്ഥന. ഏതായാലും ഇന്ത്യ അതിനോട് സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യയുടെ തീരുമാനത്തിന് മാറ്റമൊന്നും ഉണ്ടാകില്ല. അതുപോലെ തന്നെ അമേരിക്കയും ഒരു യുദ്ധത്തിലേക്ക് പോകരുത് എന്നുള്ള അമേരിക്കയും റഷ്യയും അങ്ങനെയാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും അതിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തു വരുന്നില്ല. അവരും ഇന്ത്യയുടെ ഡിഫൻസ് സെക്രട്ടറിയൊക്കെയായിട്ട് സംസാരിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും അതൊന്നും ഇനി വിലപ്പോകില്ല. പകരത്തിന് പകരം തീർത്തേ പറ്റുള്ളൂ. കാരണം ഇന്ത്യയുടെ 26 ആൾക്കാരെ നമ്മുടെ മണ്ണിൽ വന്ന് കൊന്നിട്ട് പോയവരോട് തീർച്ചയായിട്ടും അങ്ങനെ ധാരാളം സംഭവങ്ങൾ കുറെ വർഷങ്ങളായിട്ട് നടക്കുകയാണ്. അതിന് ഒരു പ്രതികാരം കൊടുക്കണം. തീർച്ചയായിട്ടും കൊടുത്തെങ്കിൽ മാത്രമേ ഇത് നിൽക്കുകയുള്ളൂ. അത് തന്നെ ഇനി ഈ രീതിയിലുള്ള ഒരു അക്രമത്തിന് ഇന്ത്യ ഒരിക്കലും ഇനി അംഗീകാരം കൊടുക്കില്ല, അതിന് വശംവദരാകില്ല. അതുകൊണ്ട് ഡിഫൻസ് മെക്കാനിസം അനുസരിച്ച് നശിപ്പിക്കേണ്ടവരെ നശിപ്പിക്കാനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും 2 ദിവസത്തിനകം ഇവിടെ നിന്ന് ഉള്ള അക്രമം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ ചെയ്തേ പറ്റുള്ളൂ ഇന്ത്യക്ക്. അതുകൊണ്ട് പാകിസ്ഥാന്റെ ആ ഡിഫൻസ് മെക്കാനിസം ഒന്നും ഇന്ത്യയുടെ അടുത്ത് ചെലവാകില്ല. ഇന്ത്യക്ക് പാകിസ്ഥാനിലോട്ട് കയറി നിന്ന് ആക്രമിക്കേണ്ട ആവശ്യമില്ല. ഇന്ത്യയിൽ നിന്ന് കൃത്യമായ നമ്മുടെ ടാർഗറ്റിലേക്ക് മിസൈൽ അയക്കാനുള്ള കപ്പാസിറ്റി ഇന്ത്യക്ക് ഉണ്ട്. അത് ഇന്ത്യയുടെ ബോർഡറിൽ നിന്ന് നമുക്ക് അയക്കേണ്ട ആവശ്യമുള്ളൂ. ഏതായാലും പാകിസ്ഥാനിലെ ആർമി ചീഫൊക്കെ അണ്ടർഗ്രൗണ്ടിൽ പോയി എന്ന് പറയുന്നതിനകത്ത് അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അങ്ങനെ വാർത്തകൾ വരുന്നുണ്ട്. കാരണം അവർ ഭയപ്പെടുന്നു ഇന്ത്യയുടെ ആക്രമണത്തെ. എന്തായാലും ഈ പാകിസ്ഥാന് എൻ്റെ കണക്കുകൂട്ടലനുസരിച്ച് ഈ ആക്രമണത്തോടു കൂടി പാകിസ്ഥാൻ തീർച്ചയായിട്ടും ഒരു 3-4 വർഷങ്ങളായിട്ട് മാറും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ബലൂചിസ്ഥാൻ ഇങ്ങനെ ഒരു അവസരം നോക്കിയിരിക്കുകയായിരുന്നു. അവർ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കും. അതുപോലെ സിന്ധിലും റാവൽപിണ്ടിയിലും ഒക്കെ ഇതേ രീതി ചിന്തിക്കുന്ന ധാരാളം ആൾക്കാരുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. ഏതായാലും കാശ്മീർ ഇനി അവിടെ ബാക്കിയുള്ള സ്ഥലം അത് അവിടുത്തെ ജനങ്ങൾ
എല്ലാവരും ഇപ്പം സംഘടിച്ച് നിൽക്കുന്നുണ്ട്, അവർ ഭയപ്പെട്ട് നിൽക്കുകയാണ്, അവർ ഇന്ത്യയുടെ ഒപ്പം ചേരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. ഏതായാലും ജമ്മു കാശ്മീരിന്റെ ബാക്കി ഭാഗം, പാകിസ്ഥാൻ ഒക്യുപ്പൈ ചെയ്തിരിക്കുന്ന ഭാഗം, അത് തീർച്ചയായിട്ടും ഈ തവണ അത് വിടുതൽ ചെയ്യേണ്ടി വരും. നമ്മുടെ സുരക്ഷിതത്തിന് വേണ്ടി അത് അടിയന്തരമായ ആവശ്യമാണ്. ആ രീതിയിലുള്ള നീക്കമായിരിക്കും നമ്മുടെ ഡിഫൻസ് അല്ലെങ്കിൽ നമ്മുടെ ജനറൽമാർ എടുത്തിരിക്കുന്ന തീരുമാനം എന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും ഏതൊക്കെ രീതിയിലുള്ള ആക്രമണമാണ് എന്ന് 2 ദിവസത്തിനകം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.